അപ്പൊ വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് ബാങ്കിലുള്ള ഗ്രീൻ ചാനൽ കൗണ്ടറിലെ മിനി എടിഎമ്മിലേക്ക് SBIയുടെ നമ്മുടെ പുതിയ ATM കാർഡ് ഇൻസർട്ട് ചെയ്തുകൊണ്ട് ആ കാർഡ് ആക്ടിവേഷൻ ചെയ്ത് എങ്ങനെ അതിനൊരു പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. SBIയുടെ പുതിയ ATM കാർഡ് മാത്രമല്ല, നിലവിൽ നമുക്ക് SBIയുടെ ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ അത് എക്സ്പയർഡ് ആയിട്ട് നമ്മൾ പുതിയ ATM കാർഡിനായിട്ട് അപേക്ഷിക്കുമല്ലോ. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പുതിയ ATM കാർഡും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടത്. ബാങ്കിലുള്ള ഗ്രീൻ ചാനൽ കൗണ്ടറിലെ ഈ മിനി ATMിലൂടെ ട്രാൻസാക്ഷനുകൾ നടത്താനായിട്ട് അധിക പേർക്കും അറിയില്ല. നമ്മൾ SBIയുടെ ATMിൽ ചെന്നിട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും തന്നെ ഈ മിനി ATMിലൂടെയും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാഷ് വിഡ്രോവല്, ക്യാഷ് ഡെപ്പോസിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, പിൻ ചേഞ്ച്, ATM കാർഡ് ആക്ടിവേഷൻ തുടങ്ങി എല്ലാ ട്രാൻസാക്ഷനുകളും തന്നെ നമുക്ക് ഈ മിനി ATMിലൂടെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമ്മൾ ബാങ്കിൽ ചെന്ന് ടോക്കൺ എടുക്കുകയോ അല്ലെങ്കിൽ ക്യൂ നിൽക്കുകയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മറ്റ് ട്രാൻസാക്ഷനുകൾ അപേക്ഷിച്ച് ഗ്രീൻ ചാനൽ കൗണ്ടറിലൂടെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് ബാങ്കിൽ മുൻഗണന നൽകുന്നതാണ്. അപ്പൊ GCCയിലൂടെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി വീഡിയോയ്ക്ക് താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ നമുക്ക് ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഗ്രീൻ ചാനൽ കൗണ്ടറിലുള്ള മിനി ATM അഥവാ സ്വൈപ്പിംഗ് മെഷീൻ. അപ്പോൾ ആദ്യം നമ്മുടെ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യണം. അതിനായിട്ട് ആ കീപാഡിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് നീളത്തിൽ. അതിനകത്തേക്കാണ് നമ്മൾ കാർഡ് ഇൻസർട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ATM കാർഡ് ആ കീപാഡിന് താഴെയായിട്ട് പിടിക്കുക. എന്നിട്ട് പതുക്കെ ആ ഗ്യാപ്പിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. ഇൻസർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മാത്രമേ അകത്തേക്ക് ഇൻസർട്ട് ആവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മാക്സിമം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ സ്ക്രീനിൽ ഇതുപോലെ ഓപ്ഷനുകൾ വരാൻ തുടങ്ങും. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ആകെ 8 ഓപ്ഷനുകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണാം. ഓരോ നമ്പറുകൾക്ക് നേരെയും ആ ഓരോ ഓപ്ഷനുകളും കാണാം. ഇപ്പോൾ ഇവിടെ 1-ാം നമ്പർ ക്യാഷ് ഡെപ്പോസിറ്റ് ആണ്. അതിന് താഴെ 2 ക്യാഷ് വിഡ്രോവൽ. അങ്ങനെ ഓരോ നമ്പറുകൾക്ക് നേരെയും ഓരോ ഓപ്ഷനുകളും കാണാം. അപ്പോൾ നമ്മുടെ ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ സ്ക്രീനിലില്ല. അപ്പോൾ അത് വരണമെങ്കിൽ ഇവിടെ ആ സ്ക്രീനിന് നേരെ താഴെ ഒരു 4 ബട്ടണുകൾ കാണുന്നുണ്ടല്ലോ. അതിൽ 3-ാമത്തെ ബട്ടൺ, അതായത് ഈ ബട്ടൺ, അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ക്രീന് മുകളിലേക്ക് അങ്ങനെ സ്ക്രോൾ ആവുന്നതാണ്. ഓരോ ഓപ്ഷനുകളായിട്ട് താഴേക്ക് ഇങ്ങനെ സെലക്ട് ആയി പോകുന്നതാണ്. ഇപ്പം ഞാനതിൽ പ്രസ് ചെയ്ത് 6-ാം നമ്പറിൽ എത്തിയിരിക്കുകയാണ്. 6-ന് നേരെയുള്ളതാണ് ഗ്രീൻ പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പിൻ ജനറേഷൻ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ കീപാഡിൽ ഒരു പച്ച ബട്ടൺ കാണുന്നില്ലേ, അതാണ് സെലക്ട് ബട്ടൺ. അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. പക്ഷേ പച്ച ബട്ടണിൽ പ്രസ് ചെയ്ത് നമ്മളത് സെലക്ട് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ നമ്മൾ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ ഓപ്ഷൻ ബ്ലാക്ക് കളറിൽ ഇതുപോലെ സ്ക്രീനിൽ തന്നെ സെലക്ട് ആയി കാണണം. എന്നാലേ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവുകയുള്ളൂ. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ സ്ക്രീനിൽ ഇതുപോലെ ബ്ലാക്ക് കളറിൽ സെലക്ട് ആയി കിടക്കുന്നില്ലെങ്കിലും നമുക്ക് ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ നമ്പർ എത്രയാണോ അത് കീപാഡിൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. അതായത് ഇപ്പോൾ ഗ്രീൻ പിൻ എന്ന ഓപ്ഷൻ സെലക്ട് ആയി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പച്ച ബട്ടണിൽ പ്രസ് ചെയ്യാം. പക്ഷേ അത് സെലക്റ്റായി കിടക്കുന്നില്ലെങ്കിലും അതിൻ്റെ നമ്പർ 6 ആണല്ലോ. ആ 6-ാം നമ്പർ നമ്മൾ ഈ കീപാഡിൽ പ്രസ് ചെയ്താലും ഗ്രീൻ പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ സെലക്റ്റായി അടുത്ത സ്ക്രീൻ വരുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ പച്ച ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുകയാണ്. ഇപ്പം അതിൽ പ്രസ് ചെയ്തപ്പോൾ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന ATM കാർഡുമായി ബന്ധപ്പെട്ട എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ SBIയിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു പാസ്ബുക്ക് അവിടെ നിന്ന് നൽകിയിട്ടുണ്ട്. ആ പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ SBI പാസ്ബുക്കിലുള്ള ആ 11 അക്ക അക്കൗണ്ട് നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇനി അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ പച്ച ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും സ്ക്രീനിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇതുപോലെ കാണിക്കുന്നതാണ്. ഒപ്പം ആ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ആ പച്ച ബട്ടണിൽ പ്രസ് ചെയ്യാനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്.
അപ്പൊ ഞാൻ വീണ്ടും ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് എന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ SBIയിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ആ മൊബൈൽ നമ്പർ ആണ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. അപ്പൊ ആ മൊബൈൽ നമ്പർ ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മൊബൈൽ നമ്പറിലേക്ക് SBI ഇപ്പോൾ ഒരു OTP അഥവാ വൺ ടൈം പാസ്വേഡ് അയക്കുന്നതാണ്. അപ്പൊ SMS ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ആ OTP എത്രയാണെന്ന് നോക്കിയിട്ട് അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ തന്നെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിച്ചിട്ടൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് സ്ക്രീനിൽ ഒന്നുകൂടി അത് നോക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അത് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ ഇപ്പോൾ പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മൊബൈലിലേക്ക് SBI അയച്ച ആ OTPയുടെ SMS വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ചെയ്ത ട്രാൻസാക്ഷന്റെ റെസിപ്റ്റും മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. ഇപ്പൊ സ്ക്രീനിൽ റിമൂവ് കാർഡ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ATM കാർഡ് ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇനി നിങ്ങളുടെ മൊബൈലിലേക്ക് SBI അയച്ചിരിക്കുന്ന ആ SMS ഓപ്പൺ ചെയ്യുക. ഇതുപോലത്തെ ഒരു SMS ആണ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു SMS-ൽ യുവർ വൺ ടൈം പിൻ 7390 എന്ന് കാണിച്ചിരിക്കുന്നു. അപ്പൊ ഈ നമ്പർ ആണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന OTP. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇനി പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന OTP എത്രയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. ഇപ്പൊ കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ നേരത്തെ പോലെ തന്നെ ഇവിടെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ആ മൂന്നാമത്തെ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് സ്ക്രീനിനെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ 6ാം നമ്പറിൽ കാണുന്ന ഗ്രീൻ പിൻ ജനറേഷൻ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അതല്ല സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെ 7ാം നമ്പറിൽ ചേഞ്ച് ATM പിൻ എന്ന് കാണുന്നില്ലേ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കീപാഡിലുള്ള 7ാം നമ്പർ പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ 7ാം നമ്പർ ഇതുപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ച ബട്ടണും പ്രസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ അതിൽ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് SMS ആയിട്ട് ലഭിച്ച ആ OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ലഭിച്ച ആ OTP നമ്പർ ഞാനിവിടെ കീപാഡിൽ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഗ്രീൻ ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ നമ്മുടെ ATM കാർഡിന് ഒരു പുതിയ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 അക്കങ്ങൾ വരുന്ന ഒരു പുതിയ പിന്ന് ഈ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ SBI തന്നെ SMS ആയിട്ട് നമുക്ക് അയച്ചു തന്ന പിന്നാണല്ലോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ അതല്ല ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള 4 അക്കങ്ങൾ വരുന്ന ഒരു പുതിയ പിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ പുതിയൊരു പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത ശേഷം വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ റീ എൻറ്റർ ന്യൂ പിൻ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ പുതിയ പിന്നുണ്ടല്ലോ, അത് തന്നെ വീണ്ടും ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ പ്രോസസിംഗ് എന്ന് കാണിക്കുന്നു. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ അടുത്തതായിട്ട് ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇപ്പൊ സ്ക്രീനിൽ ATM പിൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ നമ്മുടെ ATM കാർഡിന് പുതിയൊരു പിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ ഇപ്പൊ ചെയ്ത ട്രാൻസാക്ഷന്റെ റെസിപ്റ്റും മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അത് നമുക്ക് കീറി എടുക്കാവുന്നതാണ്. റെസിപ്റ്റ് വന്നു കഴിയുമ്പോൾ സ്ക്രീനിൽ ഇതുപോലെ റിമൂവ് കാർഡ് എന്ന് കാണിക്കും. അപ്പൊ നമ്മുടെ ATM കാർഡും പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഈ രീതിയിലാണ് മിനി ATM-ലൂടെ SBI ATM കാർഡ് ആക്ടിവേഷൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.